my angels, and I'm Aishwarya and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ നാട്ടിൽ പോയപ്പോൾ ലുലുവിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. സോ അതിൻ്റെ ഹോൾ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ സൗണ്ട് ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട് ബിക്കോസ് എനിക്ക് കോൾഡും കുറച്ച് ഫീവറിഷ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ വീഡിയോ ഡിലേ ആക്കിക്കൊണ്ട് പോകാൻ ഒരു താല്പര്യമില്ല. ഫസ്റ്റ് തിങ്, കുറേ ആൾക്കാർ ഓൾറെഡി കമൻറ്റിൽ ചോദിച്ചു കൊടുത്തു, ചേച്ചി ലുലുവിൻ്റെ ഹോൾ വീഡിയോ എവിടെ? സെക്കൻഡ് തിങ്, ഈ സാധനങ്ങളൊന്നും ഞാൻ പിള്ളേർക്ക് ഇടാൻ പോലും കൂടി കണ്ടെടുത്ത് മാറ്റി സ്റ്റുഡിയോയിൽ കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പിള്ളേർക്ക് അത് ഇടാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ലുലുവിലല്ല, നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നത് നമ്മൾ ലുലുവിൽ പോണത്. ആൻഡ് ലുലുവിൽ പോയപ്പോൾ അവിടെ എൻഡ് ഓഫ് ദ ഇയർ സെയിൽ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ക്രേസി സെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ് ടു 50% ഓഫ് ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഉണ്ടായിരുന്നത് ലുലുവിൻ്റെ സ്റ്റോഴ്സിലാണ് കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റ്, കണക്ട് ആൻഡ് ഓൾസോ ഫാഷൻ സ്റ്റോർ. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറിയില്ല ബിക്കോസ് അത്രയും വലിയൊരു ജനസമുദ്രമായിരുന്നു വർക്കിംഗ് ഡേയിൽ, ഫസ്റ്റ് ഡേയിൽ തന്നെ ഉണ്ടായിരുന്നത്. തേഴ്സ്ഡേ ആണ് നമ്മൾ പോയത്. എന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തിരക്കി പോയി നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടും അവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മൾ നേരെ പോയത് ഫാഷൻ സ്റ്റോറിലേക്കാണ്. ഫാഷൻ സ്റ്റോറിൽ എനിക്ക് അത്യാവശ്യം നല്ലോണം സാധനങ്ങൾ ഈ പ്രാവശ്യം കിട്ടി. പ്രത്യേകിച്ച് ജ്വല്ലറീസ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ്. സത്യം പറഞ്ഞാൽ ജ്വല്ലറി വാങ്ങിച്ച കൂട്ടിയപ്പോഴാണ് ഞാൻ ഹോൾ വീഡിയോ തന്നെ ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് കേട്ടോ. പിന്നെ ഈ കുട്ടികളുടെ ഡ്രസ്സിന്റെ ഓഫേഴ്സ് എങ്ങനെ വന്നത്, കുട്ടികളുടെ നല്ല ഒരുമാതിരിപ്പെട്ട ഒരു ഓഫേഴ്സൊക്കെ എന്ന് വെച്ചാൽ ഒരൊറ്റ സെയിം ബ്രാൻഡിൽ നിന്ന് ഒരെണ്ണം വാങ്ങുവാണെങ്കിൽ 30% ഓഫ്, രണ്ടെണ്ണം വാങ്ങുവാണെങ്കിൽ 50% ഓഫ്. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ലതായിരുന്നു. ബൈ വൺ ഗെറ്റ് വൺ പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണല്ലോ ഈ 50% ഓഫ് എന്ന് പറയുമ്പോൾ, ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് അല്ലേ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കുട്ടികൾക്കാണ് ഡ്രസ്സസ് വാങ്ങിയത്. കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ജ്വല്ലറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഹോൾ വീഡിയോ ആണ്. എന്നാലും ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ എൻ്റെ ജ്വല്ലറി വെച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഞാൻ ജ്വല്ലറീസും എൻ്റെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് നിങ്ങൾ എല്ലാവരും അതിനാണ് ഇവിടെ കാത്തിരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി കമ്മൽ വാങ്ങിച്ചത് എവിടെ നിന്നാ എന്നുള്ളൊരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മളുടെ റീൽസിൻ്റെ അകത്ത് ഞാൻ പലതരം റീൽസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കമ്മൽ എവിടെ നിന്നാണ്, എത്ര രൂപയായി, എവിടെ നിന്നാണ്, അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഓൾസോ ഇറ്റ്സ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ജ്വല്ലറീസ് അല്ലേ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. ആൻഡ് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കമ്മലാണ് കേട്ടോ. ഈ ഒരു കമ്മൽ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ളൊരു കമ്മലാണ്. ഇറ്റ്സ് എൻ എത്തനിക് കമ്മൽ, പക്ക എത്തനിക്. നമ്മുടെ സൽവാറിൻ്റെയും സാരിയുടെയും കൂടി ഇടാൻ വേണ്ടി പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇതിന് ആക്ച്വലി സെയിൽ ഉണ്ടായിരുന്നില്ല, അതായത് എല്ലാ ബ്രാൻഡിനും സെയിൽ ഉണ്ടായിരുന്നില്ല, സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് 289 rupees ആണ്. ബട്ട് സ്റ്റിൽ 289 ഈ ഒരു കമ്മൽ കുഴപ്പമില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല എമറൽഡ് ഗ്രീനും വൈറ്റ് സ്റ്റോൺസും പേൾസും വെച്ചിട്ടുള്ള നല്ലൊരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് മാറ്റാത്തത്. ഓൾസോ യൂഷ്വലി എനിക്ക് ഫാഷൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ജ്വല്ലറിയുടെ സെക്ഷൻ ചെന്ന് കഴിയുമ്പോൾ ദേഷ്യം വരും കേട്ടോ. അതായത് ചപ്പള കമ്മലിനൊക്കെ ഒടുക്കത്തെ വില. നമ്മൾ പണ്ടൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയ കമ്മൽക്കൊക്കെ അങ്ങറ്റത്തെ വില എനിക്ക് കിട്ടിയേക്കണം മാതിരി പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം സെയിലിൻ്റെ സമയത്ത് പോയപ്പോഴത്തേക്കും ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. നല്ല കളക്ഷനും ഉണ്ടായിരുന്നു, നല്ല കമ്മലുകൾക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഈ ഒരു കവർ നിറച്ച കമ്മലും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ കാണിക്കാവേ. പിന്നെ ഉള്ളത് ഇതൊരു ട്രെൻഡി കൈൻഡ് ഓഫ് ഒരു കമ്മലാണ്. ഇതൊരു പ്ലാസ്റ്റിക് കമ്മലാണ് കേട്ടോ. ഇതിങ്ങനെ ചെയിൻ പോലത്തെ പാറ്റേൺ വന്നിട്ട് ട്രയാങ്കിൾ ആയിട്ട് നമ്മളുടെ ഇങ്ങനെ ഒരു വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടി പറ്റിയ ഒരു കമ്മലാണ്. ഇതിന് ജസ്റ്റ് 99 rupees ഉണ്ടായിരുന്നുള്ളൂ. 99 rupeesന് ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിന് ഈ കമ്മലിന് അങ്ങനെ 99 rupeesൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പ്ലാസ്റ്റിക്കാണ്, നമ്മുടെ കമ്പിയല്ല. ഓക്കെ, അയൺ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പോലത്തെ മെറ്റീരിയൽ ഒന്നും അല്ല. ഇതൊരു പ്ലാസ്റ്റിക് ഫീലുള്ള ഒരു കമ്മലായതുകൊണ്ട് 99 തന്നെ കുറച്ച് കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി. ഇതാണ് ഞാൻ വെച്ച രണ്ടാമത്തെ കമ്മൽ. ആൻഡ് ഒരു മിനിറ്റ്, കുഞ്ഞു അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ആദ്യം എടുത്ത് മാറ്റിയിട്ട് എൻ്റെ സാധനങ്ങൾ ഞാൻ കാണിക്കാം. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ ലുലു ഈ ആക്സസറി സെഷനിൽ കമ്മൽ തപ്പാനാണ് പോയത് മെയിനായിട്ട്. ബിക്കോസ് വ്ളോഗ് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ഞാനിവിടെ നിന്ന് കല്യാണത്തിന് കൊട്ടാരക്കരയിൽ പോയപ്പോഴത്തേക്കും എല്ലാ ജ്വല്ലറീസും കൂടി ഒരു ബോക്സിൻ്റെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്തതായിരുന്നു. ഇൻ ബിറ്റ്വീൻ വാവ അത് അടിച്ചു മാറ്റിക്കൊണ്ട് റൂമിൻ്റെ ഡോറിൻ്റെ പുറകിൽ ഒളിച്ചു വെച്ചു.
അപ്പോൾ ലിറ്ററലി ഞാൻ ഒരു കമ്മലും ഇല്ലാണ്ടാണ് അവിടെ പോയത്. ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഫാഷൻ സ്റ്റോറിൽ കയറിയത്. ആക്ച്വലി എൻ്റെ കയ്യിൽ കമ്മൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കയറില്ലായിരുന്നു കേട്ടോ. പക്ഷേ കയറിയതും കുട്ടി മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി കമ്മലെടുത്ത് മാറ്റി വെച്ചതും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ഓരോരോ കമ്മലിൻ്റെ സെലക്ഷൻ കണ്ടപ്പോൾ ഇതാണ് നെക്സ്റ്റ് കമ്മല്. ഇത് എന്താ പറയുക, ഈത്തൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് അല്ലേ, ലുലു നാച്ചുറൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇത്. മറ്റേ ഒരു പ്രത്യേക തരം സ്റ്റോൺ ഇല്ലേ, അതിൻ്റെയാണ് ഈ കമ്മല്. ഭയങ്കര രസമുള്ള കമ്മലാണ്. ഇതിങ്ങനെ ഒരു കിളിക്കൂട് പോലത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത്. ഇതിന് ആക്ച്വലി 489 രൂപ, 489 റുപ്പീസാണ് ഇതിൻ്റെ രൂപ. പക്ഷേ ഇത് ആഫ്റ്റർ സെയിൽ ജസ്റ്റ് 49 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഇങ്ങനത്തെ ഈ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഈ കമ്മലുകൾ എല്ലാം തന്നെ 49 റുപ്പീസിനാണ് കിടന്നത്. അതുകൊണ്ട് ഞാൻ ഈ സെക്ഷനിൽ നിന്ന് മാക്സിമം കമ്മൽ എടുത്തിട്ടുണ്ട്. അതൊരു ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു സെഷനായിരുന്നു. ആ സെഷനിലെ ഒരു സൈഡിൽ എല്ലാ കമ്മലും 49 രൂപയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വാരി വലിച്ച് കണ്ടുപിടിച്ച ഒരു കമ്മലാണ്. എനിക്ക് ഇതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു പിങ്ക് കളർ. എന്നിട്ട് പിന്നെ ഞാൻ ആ ഫംഗ്ഷന് ഇട്ട 1-2 കമ്മലുകൾ കാണിച്ചു തരാം. ഇത് ഫംഗ്ഷൻ ഇട്ടതല്ല, ബട്ട് സ്റ്റിൽ ഇതും ആ സെയിം സ്റ്റോണിൻ്റെ ആണ് കണ്ടത്. ഇത് അത്യാവശ്യം പ്രിറ്റി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്മലാണിത്. ബിക്കോസ് ഞാനിത് നമ്മൾ മുന്നേ ഒക്കെ ചില ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് എനിക്ക് ഇങ്ങനത്തെ കമ്മലിൻ്റെ മാലയും കമ്മലും ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ എനിക്കറിയാം ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പാറ്റേണും റേറ്റ് ഒരു സ്റ്റൈലും ഒരു സ്റ്റോണും ആണിത്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതിനും സെയിം തന്നെ 489 രൂപയാണ്. ഇതും എനിക്ക് 49 രൂപയ്ക്കാണ് കിട്ടിയത്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഗോൾഡൻ കളർ പോലത്തെ സംഭവം, അല്ലെങ്കിൽ യെല്ലോ കളറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് വേറെ ഒരു ബോട്ടിഫൾ കമ്മൽ ഈസ് ദിസ് വൺ. ആ സെയിം സ്റ്റോൺ വരുന്ന അതുപോലത്തെ തന്നെ അത് തന്നെ പക്ഷേ വേറെ പാറ്റേണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാണ്. ഇത് നല്ല രസമാണ്. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു കിടക്കണം മാതിരി തോന്നും കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. ഇതും 489 കമ്മൽ എനിക്ക് 49 റുപ്പീസിന് കിട്ടിയതാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ലോട്ടറി അടിച്ച മാതിരി ഈ കമ്മലൊക്കെ 49 രൂപയ്ക്ക് എനിക്ക് കിട്ടിയപ്പോൾ തോന്നിയത്. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഹൂപ്സ് പോലും നമുക്ക് 49 രൂപയ്ക്ക് കിട്ടാൻ ഇച്ചിരി പാടാം. ആ സമയത്ത് ഇങ്ങനത്തെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു കമ്മൽ 49 റുപ്പീസ് മീൻസ് ഐ എം സോ ഹാപ്പിഡാ. അപ്പോൾ അതാണ് അതെ. ഇനി അടുത്തത് വന്നിട്ട് വെയിറ്റ് ഫോർ എ സെക്കൻഡ്. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ആ സെയിം കമ്മലിൻ്റെ തന്നെ അതായത് 2 കളേഴ്സ് വരുന്ന വേറെ ഒരു ലൈക്ക് ആ സെയിം പാറ്റേൺ തന്നെ വേറെ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു കമ്മൽ. ഇതും ഇത് തന്നെ സെയിം റേറ്റ് ആണ്. 489 49 റുപ്പീസിന് കിട്ടി. ഇതിന് മുകളിൽ ഒരു ലാവൻഡർ കളറും അടിയിലൊരു പച്ച കളറുമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ആ ഒരു കളർ കോമ്പിനേഷൻ ഈവൻ റെഡ് ഗ്രീനിൻ്റെ കൂടെ ആണെങ്കിലും ലാവൻഡറിൻ്റെ കൂടെ ആണെങ്കിലും വേണമെങ്കിൽ മിക്സ്ഡ് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ ഇത് ഇടാം. അത്രയും ഭംഗിയുണ്ട് ആ ഒരു പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മറ്റേ നമ്മൾ ആ കൊട്ടാരക്കരയുടെ വെഡിങ് റിസപ്ഷൻ അല്ല സംഗീതത്തിന് പോയപ്പോൾ ഇട്ടിരുന്ന ആ ഒരു കമ്മൽ നല്ല ഭംഗിയിലാണ് കാണാൻ. ഇതും അത് തന്നെ സംഭവം. ഇത് പിങ്ക് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതും സെയിം 49 റുപ്പീസിന് എനിക്ക് കിട്ടിയ കമ്മലാണ്. ഭയങ്കര ലാഭമായിട്ട് തോന്നി ഈ കമ്മൽ. ഇങ്ങനത്തെ പാറ്റേൺ കമ്മൽ എനിക്ക് 49 റുപ്പീസിന് കിട്ടിയപ്പോൾ കേട്ടോ. അടിപൊളിയല്ലേ ഇത്. ഇത്രയുമാണ് ഞാൻ 49 റുപ്പീസിന് എനിക്ക് ഇത്രയും സെയിലിന് കിട്ടിയത്. പിന്നെ വേറൊരു സെഷനിൽ നിന്ന് കിട്ടിയ ഒരു ട്രെൻഡി കമ്മലാണ് ഇത്. ഇതിന് 555 രൂപയാണ് ഇതിൻ്റെ എഴുതിയേക്കുന്ന റേറ്റ്. ആൻഡ് എനിക്ക് 99 റുപ്പീസിനാണ് കിട്ടിയേക്കുന്നത്. 555 രൂപയ്ക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും വാങ്ങാൻ വേണ്ടി പോകുന്നില്ല. ബിക്കോസ് ഞാൻ കമ്മലിനൊന്നും ഒരു 300 രൂപ മേലെ കൊടുക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്. അൺലെസ് ആൻഡ് അൺടിൽ എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് ആ കമ്മൽ അത്രയും വേർത്തി ആണെന്ന് എനിക്ക് തോന്നി, അത് ഞാൻ ഇനിയും പല പ്രാവശ്യം ഇടും, അല്ലെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആണെന്ന് തോന്നുന്നത് വരെ ഞാൻ അത് അത്ര രൂപയ്ക്കൊന്നും വാങ്ങില്ല. ദിസ് ഇസ് ലൈക്ക് 99 റുപ്പീസിന് ഇറ്റ്സ് വെരി നൈസ്. ഭയങ്കര ട്രെൻഡി. ബിക്കോസ് എനിക്ക് ഇപ്പം ഇങ്ങനത്തെ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച അതിൻ്റെ ആ ഒരു നമ്മൾ വെഡിങ്ങിന് ഇട്ടിട്ട് പോയ പച്ച ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഇട്ട ആ ഒരു കമ്മലാണിത്. ഒരു ഗ്രീൻ സ്റ്റോൺസ് വരുന്ന ഒരു ഹാർട്ട് ഷേപ്പുള്ള കമ്മൽ കേട്ടോ. നല്ല കമ്മലാണ്. ഇത് എനിക്ക് 200 റുപ്പീസിനാണ് കിട്ടിയത്. ഇതിന് ഓഫർ ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ ഡേഞ്ചി കമ്മലിൻ്റെ വലിയ സെഷൻ ഉണ്ട്. അതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തോന്നി. ഇത്രയും കമ്മലുകളാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി വാവയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഏതാനും കുറച്ച് സാധനങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. ഇതൊരു കണ്ണാടി പോലത്തെ പാറ്റേണിൽ വരുന്ന ക്ലിപ്പാണ് കണ്ടോ. അപ്പോൾ നമ്മൾ അവളുടെ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ കണ്ണാടി വെച്ച മാതിരി ഞാൻ ശരിക്കും കാണിച്ചില്ല. ഒരു മിനിറ്റ്. ഇത് കണ്ട, ഇതാണ് സംഭവം. ഇത് നമ്മൾ അവൾക്ക് മുടി കെട്ടിട്ട് വെച്ച് കൊടുത്താൽ അവൾ കുഞ്ഞി കൊച്ചല്ല. അപ്പോൾ ഇങ്ങനെ തലയിൽ വെച്ചാൽ ഇത് കണ്ട ഇങ്ങനെ ഇരിക്കും. സോ ക്യൂട്ട് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനാകെ 49 റുപ്പീസ് ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലിപ്സ് ഇങ്ങനത്തെ ഇത് 2 ക്ലിപ്പാണ്. അതൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ട്. എനിക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. 1 സെക്കൻഡ്. ഇതൊരു ലാവൻഡർ ക്ലിപ്പാണ്. നമുക്ക് 2 കെട്ടി വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയത്. ദിസ് ഇസ് ദി
മോഡൽ കണ്ട ഇങ്ങനത്തെ ഒരു മെത്തേഡ്. ഇത് രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണത്തിന് 65 റുപ്പീസാണ്. 65 റുപ്പീസിന് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്തായാലും എൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു എന്താ പറയുക ക്ലിപ്പിൻ്റെ സെറ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ കുഞ്ഞി ക്ലിപ്പില്ലേടാ അത് ഞാൻ കാണിച്ചു തരാവേ. അതായത് മിക്കി മൗസിൻ്റെ തല പോലത്തെ കണ്ട അത് മിക്കി മൗസിൻ്റെ തല പോലത്തെ ക്ലിപ്പിൻ്റെ 6 കളർ. I'll show you 1 second. Let me take everything out. ഇത് കണ്ട ഇതിങ്ങനെ 6 മിക്കി മൗസിൻ്റെ തലകൾ വരുന്ന കുഞ്ഞു ക്ലിപ്പ്. ഇതിങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കില്ലേ. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് അത്. ആൻഡ് ഓൾസോ അതുപോലത്തെ തന്നെ സെയിം പൂവിൻ്റെ ഉണ്ട് കേട്ടോ. അതായത് സെയിം കളർ കോമ്പിനേഷൻ തന്നെ കുഞ്ഞു പൂക്കൾ മാതിരിയാണ്. അതും ഞാൻ കാണിച്ചു തരാം. സോ ക്യൂട്ട് ആൻഡ് സോ പ്രിറ്റി. ഇത് കണ്ടേ ഇതൊന്ന് സെയിം നമ്മൾ നേരത്തെ കാണിച്ച കളർ കോമ്പിനേഷൻ്റെ തന്നെ 6 വെറൈറ്റി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. അപ്പോൾ അതാണ്. ഇതിനും 45 റുപ്പീസാണ്. ഈ കുഞ്ഞു ക്ലിപ്പുകൾക്കൊക്കെ 45 റുപ്പീസാണ് കേട്ടോ 6 എണ്ണത്തിൻ്റെ വരുന്നത്. കണ്ടോ ഇതാണ് 45 ഈച്ചാണ്. അതിനുശേഷം ഞാൻ വാങ്ങിച്ച ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്തൊരു സാധനമാണ് ഇങ്ങനത്തെ ഒരു ഹെഡ് ബാൻഡ്. ദിസ് ഹെഡ് ബാൻഡ് ഇസ് ലൈക്ക് റിയലി നൈസ്. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ അകത്ത് ഈ ഒരു ഹെഡ് ബാൻഡാണ് വെച്ചേക്കുന്നത്. ഇതിന് 250 റുപ്പീസായിരുന്നു. ഇതിന് ഓഫർ ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ഗുഡ്. എനിക്കതിന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ യൂഷ്വലി ഹെഡ് ബാൻഡ് വെക്കാറില്ല. എനിക്ക് സ്ട്രെച്ചിങ് ബാൻഡ് ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂഷ്വലി അത് വെക്കാറില്ല. പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് കുറച്ച് പ്രോമിസിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്ത് വെച്ചിട്ട് തിരിച്ചു വെക്കണോ പിന്നെ ഓർത്ത് സാരില്ല ഇറ്റ്സ് ഓക്കെ എന്നിട്ട് എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമ്മളൊരു ബണ്ണൊക്കെ കെട്ടിയിട്ട് നമ്മളതിൻ്റെ ഇവിടുത്തെ മുടീൻ്റെ അവിടെ ഫ്രണ്ട് സെഷനിൽ നമ്മളിതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് യൂഷ്വലി എൻ്റെ തലയുടെ ഷേപ്പ് കാരണം എനിക്ക് ഹെയർ ബാൻഡ്സും സ്ട്രെച്ചിങ് ബാൻഡ്സും ഒന്നും ചേരാറില്ല. ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പർച്ചേസസ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ലുലുന്ന് വാങ്ങിച്ച സാധനങ്ങളിൽ. അപ്പോൾ അതോടെ നമ്മൾ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൽ ജ്വല്ലറി സെഷനിൽ വാങ്ങിച്ച സാധനങ്ങൾ തീർന്നു. എനിക്ക് ഒരു സെഷനും കൂടി കാണിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണോ അതോ അമ്മയുടെ ഫ്രണ്ട് ഉണ്ട് ഒരു ആൻറ്റി രാധിക ആൻറ്റി ആണോ ഇത് വാങ്ങിച്ചെന്ന് എനിക്ക് മറന്നുപോയി. ബിക്കോസ് നമ്മൾ വന്ന് കയറിയപ്പോൾ അമ്മ വാവയ്ക്ക് കുറച്ച് ഗിഫ്റ്റിന്റെ കവർ കൊടുത്ത് നിങ്ങൾക്ക് വ്ളോഗിൽ കണ്ടിട്ട് ഓർമ്മ ഉണ്ടാവും. അത് അമ്മയാണോ വാങ്ങിയത് രാധിക ആൻറ്റി ആണോ വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. അമ്മയാണെങ്കിലും രാധിക ആൻറ്റി ആണെങ്കിലും താങ്ക് യു സോ മച്ച്. അതിൻ്റെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ക്ലിപ്പിന്റെ സെറ്റാണ് കേട്ടോ. 5 ക്ലിപ്പിന്റെ വരുന്ന നല്ല സെറ്റാണ്. ഇത് പോത്തീസിൽ നിന്ന് വാങ്ങിച്ചതാണ് പറഞ്ഞത്. നല്ല രസമുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് കുറച്ചും കൂടി ഇതിന്റെ ക്വാളിറ്റി കുറച്ചും സ്റ്റേഡി ആയിട്ട് തോന്നി. നല്ല രസമായിട്ട് അത് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ 5-6 ക്യാരക്ടേഴ്സ് വരുന്ന ക്ലിപ്പ്. പിന്നെ ഒരു ഒറ്റ വലിയ ക്ലിപ്പിന്റെ സെറ്റ്. ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു വെച്ച് നമ്മൾ വാവയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബോക്സിൻ്റെ അകത്ത് ഫുൾ ഓഫ് ഇങ്ങനെ നമ്മുടെ ഈ റബ്ബർ ബാൻഡ്സ് ഇല്ല, റബ്ബർ ബാൻഡിന്റെ തുമ്പത്ത് ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സിന്റെ പടം വരുന്നത് ഇങ്ങനത്തെ സാധനമില്ലേ ഇങ്ങനത്തെ അതൊരു ബോക്സ് ഫുള്ള് ഇതിനകത്ത് ഫുള്ള് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അമ്മയാണോ രാധിക ആൻറ്റി ആണോ എനിക്ക് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് വാവയുടെ ആക്സസറീസ് ആണ്. ആക്ച്വലി വാവയ്ക്ക് ഇപ്പോൾ കുറേ ആക്സസറീസ് കിട്ടുന്നുണ്ട്. ഞാനാണെങ്കിലും വാങ്ങിക്കാറുണ്ട്. നമ്മൾ നാട്ടിൽ പോകണമെങ്കിൽ അമ്മ വാങ്ങിച്ചു വയ്ക്കാറുണ്ട്, അമ്മയുടെ ഫ്രണ്ട്സ് വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. ബിക്കോസ് എനിക്കൂടെ കുറേ നാൾക്ക് ശേഷം നമുക്കൊരു പെൺകുട്ടീനെ കിട്ടിയേക്കുന്നത് ഉടുത്തൊരുക്കി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ ആ വക കോപ്രായങ്ങൾക്കൊക്കെ റെഡി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജ്വല്ലറി ആൻഡ് ആക്സസറി സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം തന്നെ കുട്ടികളുടെ ഡ്രസ്സിലേക്ക് കടക്കാം. ഡ്രസ്സിലേക്ക് ഒരു ഭയങ്കര കൂടുതലൊന്നുമില്ല, എന്നാലും കുറച്ചുണ്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ സംഗീതത്തിനിട്ട ഡ്രസ്സാണ്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും കേൾക്കുന്നു. നമ്മൾ റീൽസ് ആയിട്ടും വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ മാത്രം സീക്വൻസ് വന്നിട്ട് ഫുൾ ഇങ്ങനെ ലെയേർഡ് 2 ലെയേഴ്സിൽ മറ്റേ ഇങ്ങനത്തെ മെറ്റീരിയൽ ബ്ലാക്ക് വന്നിട്ട് നല്ലൊരു ഇതായിരുന്നു. ഇത് ബ്രാൻഡ് വന്നിട്ട് ലിറ്റിൽ ബി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡായിരുന്നു. ഈ ബ്രാൻഡിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, 50% ഓഫർ ഉണ്ടായിരുന്നു. ആക്ച്വലി 1800 സംതിങ് ആയിരുന്നു ഈ ഒരു ഫ്രോക്കിന്റെ റേറ്റ്. 50% ഓഫ് വന്നിട്ട് 900 സംതിങ്ങിനാണ് നമുക്ക് ഈ ഡ്രസ്സ് കിട്ടിയത്. വിച്ച് ഇസ് നൈസ്. ആദ്യം നമ്മൾ വീട്ടിൽ ജസ്റ്റ് വെറുതെ കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓർത്ത് അവൾക്ക് ചേരുന്നുണ്ടോ അതോ അവൾക്ക് കുറച്ചിത് വലുതാണോ എന്ന് തോന്നി. പക്ഷെ അന്നത്തെ ഫംഗ്ഷൻ അവൾ ഫുള്ള് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്കിങ്ങനെ നമ്മുടെ കാറ്റഗറിയാണ്, മനസ്സിലായി. നമുക്ക് ഉടുത്തൊരുങ്ങി പട്ടി ഷോ കാണിച്ച് നടക്കാൻ വേണ്ടി പറ്റിയ ഭയങ്കര നല്ല കാറ്റഗറിയാണ്. അപ്പോൾ അവൾക്ക് അന്നത്തെ ദിവസം മുടിയൊക്കെ കെട്ടി ഫുൾ സെറ്റായി ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രോക്കാണിത്. നല്ല കൺവീനിയൻ്റ് ആണ് ഈ ഡ്രസ്സ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇറക്കിയിട്ടുണ്ട്. ഒരു സിബൊക്കെ കണ്ട ഇങ്ങറ്റം ഒരു സിബ് ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ സിബ് അത്രയ്ക്കും നീളം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പിള്ളേരുടെ ഇങ്ങനെ വലിച്ചു പറിച്ച് കയറ്റേണ്ടി വരും. പക്ഷെ ഇത് ഭയങ്കര സുഖമാണ്, ഇടാനും ഊരാനും ഭയങ്കര സുഖമാണ്. അടി കൂടി നമുക്ക് ഇട്ട് ഊരിയും എടുക്കാം, മേലെ കൂടി തലയെ കൂടി എടുത്ത് ഇങ്ങനെ തല പിടിച്ച് പറിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര നല്ല ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടെ ഡ്രസ്സിനൊക്കെ നല്ലോണം ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അല്ലെങ്കിലും ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ലൈക്ക് നമ്മൾ സ്ത്രീകളുടെ ഡ്രസ്സുകൾ എനിക്ക് അത്ര എൻ്റെ ഒരു ടേസ്റ്റിന് ഉള്ള ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പിള്ളേരുടെ ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ്. ഐ ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് ലൈക്ക് ബേസിക് ഡ്രസ്, ജസ്റ്റ് ഇങ്ങനെ റിബ്ഡ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ തന്നെ പലതരം കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ന്യൂഡ് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ബേജ്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കളർ എടുക്കാമെന്ന് വെച്ചിട്ട് ഇതാണ് എടുത്തത്. ഇതിന് വന്നിട്ട് 359 rupees ആയിരുന്നു. ആൻഡ് ഇതിന് ഓഫർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് നല്ല ഡ്രസ്സാണിത്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മുടെ ഈ യോക്കിൻ്റെ അടിയിലായിട്ട് ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പിള്ളേരുടെ മേത്ത് നല്ല കൺവീനിയൻറ്റ് ഇരുന്നുള്ളൂ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെഡും ബാക്കി ബേസ് കളേഴ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത് വെറുതെ പ്ലെയിൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ്. എനിക്കൊണ്ട് ഇനിയും അവിടെ തന്നെ ലുലു ഈ ഡ്രസ്സ് എന്തായാലും കാണാം. നിങ്ങൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അവൾക്ക് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് ജംപ് സൂട്ട്. യൂഷ്വലി അവൾക്ക് ജംപ് സൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്, നന്നായിട്ട് മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഈ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഗുസ്തി പിടിക്കുകയായിരുന്നു പുള്ളിക്കാരത്തി. ആ ഡ്രസ്സിൻ്റെ അടുത്ത് നിന്ന് മാറണേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഡച്ച് ഡാം അതായത് അവൾക്ക് അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് അവൾക്ക് അപ്പോൾ തന്നെ ഇട്ട് കാണിക്കാൻ വേണമായിരുന്നു, മീൻസ് ഇട്ട് നടക്കണമായിരുന്നു. അപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്ത ഒരു ഡ്രസ്സാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജംപ് സൂട്ട്. കുറച്ച് വലുതായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അവൾക്ക് നല്ല പാകമാണ്. ഈ ഡ്രസ്സിന് വന്നിട്ട് 599 rupees ആണ്. എന്തോ 30% ഓഫ് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ ഇവിടത്തെ ഇങ്ങനെ ഫ്രിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല കംഫർട്ടബിൾ, അവൾക്ക് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല, പിന്നെ ഇതിന് മുകളിൽ സൈസിലേക്കില്ല. ഇത് ജസ്റ്റ് 18 to 24 months ആണ് ഈ ഒരു ഡ്രസ്സിന്റെ സൈസ്. ആള് കുറച്ച് കുഞ്ഞായതുകൊണ്ടും അവൾക്ക് ഇത് 18 to 24 മതി. 24 അല്ലെങ്കിൽ 2 years plus വേണ്ട. 2 years പ്ലസിന്റെ ഡ്രസ്സും അവൾ ഇടാറുണ്ട്. ബട്ട് ദിസ് ഇസ് ഫൈൻ. ഇത് 18 to 24 ആണെങ്കിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് നമ്മളിത് എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു വേസ്റ്റ് ബെൽറ്റ് വരുന്നുണ്ട്, അത് കെട്ടിക്കൊടുത്താൽ നല്ല ക്യൂട്ടായിരിക്കും. അങ്ങനെ ഇതാണ് അവൾക്ക് വാങ്ങിയ നമ്മൾ വേറൊരു ജംപ് സൂട്ട്. പിന്നെ നമ്മളൊരു കാഷ്വൽ ഫ്രോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്, ബട്ട് സ്റ്റിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ടെഡി ബെയറല്ല, പൂവാണെന്ന് തോന്നുന്നു അല്ലേ, പൂവാന്ന് തോന്നുന്നു. പൂവിന്റെ ഒരു ഡിസൈനാണ്. പൂന്ന് വെച്ചാൽ ബെയറില്ലേ, അതാന്ന് തോന്നുന്നു. അപ്പോൾ ഹണീന്റെ പോട്ടും ഒക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്. ഇത് ഈത്തൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് ലുലുവിന്റെ ബ്രാൻഡാണ് ഈത്തൻ. ഇതിനും 50% ഓഫ് ഉണ്ടായിരുന്നു. 659 rupees ആയിരുന്നു, 50% ഓഫ് ഉണ്ടായിരുന്നു. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ലൊരു വൈബ്രന്റ് കളർ. ഐ ഓൾവേസ് ലവ് വൈബ്രന്റ് കളേഴ്സ്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് കളർ വൈസ് ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് 100% ഹാപ്പി അല്ല. ബട്ട് സ്റ്റിൽ അതിന്റെ പാറ്റേൺ വൈസ് ഭയങ്കര ഭംഗിയാണ്. അതിന് വേറെ കളർ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. ബട്ട് സ്റ്റിൽ അവൾക്ക് ഇട്ടിട്ട് ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കളർ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോംപ്ലിമെന്റ് ചെയ്യണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഈ ഡ്രസ്സ് എടുത്തത്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മയും പറയൂ, എന്ത് ഇങ്ങനത്തെ കളർ, വേറെ എന്തെങ്കിലും കളറായിരുന്നു നന്നായിരുന്നു. പക്ഷെ അവൾക്ക് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഓർത്ത് കോംപ്ലിമെന്റ് ചെയ്യുമോന്ന്, പക്ഷെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കോൾഡ് ഷോൾഡേഴ്സ് പോലത്തെ ഒരു പാറ്റേൺ ഒക്കെയാണ് വന്നേക്കുന്നത്. ആൻഡ് പുള്ളിക്കാരത്തേക്ക് ഈ കോൾഡ് ഷോൾഡേഴ്സ് അത്ര പരിചയമില്ലാത്തത് ഇങ്ങനെ കയറ്റിട്ട് വരുന്നു. ഞാനിടാ ഇല്ലടാ, അതാണ് അതിന്റെ പാറ്റേൺ. പക്ഷെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഫ്രില്ലുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ കയറ്റിടുന്നു. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഈ പിള്ളേരുടെ ഈ ഷോൾഡറും മുതുകും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പാറ്റേൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇതിനും റേറ്റ് വന്നിട്ട് 719 ആണ്. ദിസ് വാസ് ഓൾസോ ഫോർ 50% ഓഫ്. അപ്പോൾ ഇത് നമുക്ക് ഓഫറിലാണ് കിട്ടിയത്. 50% ഓഫറിന് നല്ലൊരു ഇതാണ്. പിന്നെ നമ്മളെടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കല്യാണം വരുന്നുണ്ട്, അപ്പോൾ അതും കൂടി മുൻകണ്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് എടുത്താണ്. നല്ലൊരു ഐസ് ബ്ലൂ കളറിൽ ഇവിടെ ഒരു ബോ, വളരെ സിമ്പിൾ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എലഗൻറ്റ് കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്. ഇത് പെപ്പർമെന്റിന്റെ ബ്രാൻഡാണ്. ഇതും 1899 കിട്ടിയ ഒരു ഡ്രസ്സാണ്. ഇതും 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ. വാവയ്ക്ക് അങ്ങനെ ഇല്ലാത്തൊരു കളറാണ് ഈ ഒരു ഐസ് ബ്ലൂ ടൈപ്പ് ഓഫ് കളർ. ആൻഡ് ഓൾസോ വേറെ എന്തോ ബ്ലാക്കോ ഗ്രേയോ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കളറായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഹൈ നെക്ക് മാതിരത്തെ ഒരു പാറ്റേൺ ആയിരുന്നു. അവൾക്ക് അങ്ങനത്തെ ഹൈ നെക്ക് പാറ്റേൺസ് ഒന്നും ഇല്ല, ബട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും വളരെ 50% എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അടിപൊളിയായിരിക്കും. പിന്നെ പിള്ളേർക്ക് 2000 രൂപയുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ കുറച്ച് മടിയാണ്. ബിക്കോസ് പെട്ടെന്ന് അവരായിരുന്നു വളർന്നു പോവില്ലേ. അപ്പൊ അതൊരു വിഷമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈത്തൻ ബ്രാൻഡല്ലേ ഇത്, ഈത്തൻ ബ്രാൻഡിന്റെ തന്നെ ഷോർട്സുകൾ, നിറച്ച് ഷോർട്സ് ഉണ്ടായിരുന്നു. അതായത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾ
ആൺകുട്ടികൾക്കാണെങ്കിലും ഇവളുടെ പോലെ 2 years വരെയുള്ള കുട്ടികൾക്കൊക്കെ ഷോർട്സും പാൻസും PJസും ഒക്കെ ഭയങ്കര ഓഫറിൽ 30% ഓഫ് ഫോർ 1 and 50% ഫോർ 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത 2 ഷോർട്സ് ആണ്. ഇത് ഭയങ്കര ക്യൂട്ടാണ് ഈ ഷോർട്സ്. ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഷോർട്സ് ഇട്ട് നടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ക്ലൈമറ്റിൽ. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ വാങ്ങിച്ചു വെച്ചത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറില്ല. ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലൈമറ്റ് മാറും. അപ്പോൾ ആ സമയത്തെങ്കിലും ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതും 299 rupees ആണ് ഒരെണ്ണത്തിന്. ബട്ട് 50% ഓഫ് എന്ന് പറയുമ്പോൾ 2 നമുക്ക് 299 കിട്ടി. ഭയങ്കര രസമാണ്. ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേൺ ലൈക്ക് ഡിസൈൻസ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മറ്റേ ഐസ്ക്രീമാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സിൻ്റെ പടങ്ങളാണ് കേട്ടോ. ഭയങ്കര എനിക്ക് എല്ലാവരും ഇങ്ങനത്തെ പ്രിന്റ് വരുന്ന ഷോർട്സ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് അവൾക്ക് വാങ്ങിച്ച ലാസ്റ്റത്തെ ഡ്രസ്സ്. ഇനി വാങ്ങിച്ചേക്കുന്ന കുറച്ച് ഷോർട്സ് മുഴുവനും ഉണ്ണിക്കുട്ടിയുടെയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടിക്ക് പിന്നെ അങ്ങനെ അധികം നമ്മൾ ടീഷർട്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അവന് സൈസ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് എപ്പോഴും അവനെയും കൂടി കൊണ്ടുപോയിട്ടാണ് അവൻ്റെ ടോപ്സ് വാങ്ങിക്കുന്നത്. ബോട്ടംസ് ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ ബോട്ടം വെയർ ആയിട്ട് നമ്മൾ ഇവന് ഈ കാഷ്വൽ ഷോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതായിരുന്നു. ഇത് ഇങ്ങനത്തെ ഷോർട്സ് ആണ്, വെറുതെ കാഷ്വൽ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റിയത്. പുറത്ത് വിടാൻ വേണമെങ്കിൽ കാഷ്വൽ ഔട്ടിങ്ങിനും അങ്ങനത്തേക്ക് ഇടാൻ വേണ്ടി പറ്റിയ നല്ല ഷോർട്സ് ആണ് കിട്ടിയത്. ഈ ഷോർട്സ് എല്ലാം buy 2 50% ഓഫ് ആയിരുന്നു. ഇത് ഡി ബാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതിന് ഒരെണ്ണത്തിന് 299 രൂപയാണ്. പക്ഷെ നമുക്ക് 2 എണ്ണത്തിനും 299 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഗ്രേ പിന്നെ നമുക്ക് മാക്സിമം ഇവന്റെ സൈസിന് കിട്ടുന്ന എല്ലാ കളേഴ്സും എടുത്തുന്നുള്ളതാണ് സത്യം. നല്ലൊരു ബ്ലൂ ഒന്നുമില്ല കേട്ടോ. സിംപ്ലി ആമ്പിളരുടെ ഡ്രസ്സിന്റെ ഹോളൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി ബോറിങ്. ഒന്നുമില്ല എൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു ഗ്രേ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഷോർട്സിന്റെ ഇങ്ങനത്തെ ഒരു മിക്സ്ഡ് കളർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാം 50% കിട്ടുക. അതായത് 2 for 50% കേട്ടോ. പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ കണ്ടോ, സംഭവം സെറ്റ് അല്ലേ. ഇതെല്ലാം 299 ആണ്. ഇത് നമ്മൾ തപ്പിയെടുക്കുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. പിന്നെ ഇതിന്റെ സെക്ഷന്റെ അവിടെ ഒരു സ്റ്റാഫ് നിപ്പുണ്ടായിരുന്നു. ആ കുട്ടി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ആ കൊച്ചാണ് ഇതിന്റെ ഓരോ സൈസ് വെച്ച് നമുക്ക് എടുത്തു തന്നത്. അപ്പോൾ അതോടെ നമ്മളുടെ ലുലുന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഹോൾ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അതൊരു കുട്ടി ഹോളാണ്, വലിയ ഹോളാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും നല്ല സാധനങ്ങൾ കിട്ടി. എന്തൊക്കെയാണെങ്കിലും എനിക്ക് അതേ പറയാനുള്ളൂ. കുട്ടികൾക്ക് ഡ്രസ് വൈസ് ആണെങ്കിലും ജ്വല്ലറീസ് വൈസ് ആണെങ്കിലും എല്ലാം വളരെ നല്ല സാധനങ്ങളാണ് ഈ പ്രാവശ്യം ലുലുന്ന് കിട്ടിയത്. അതും ഓഫറും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ അധികം റേറ്റും ആയില്ല എന്നുള്ളതാണ് സത്യം. അതും ഒരു സന്തോഷമല്ലേ എന്തൊക്കെയാണെങ്കിലും അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന വീഡിയോ അവസരം ഞാൻ ഇട്ടതും ഷൂട്ട് ചെയ്തതും സന്തോഷത്തിലാണ്. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ഉണ്ട്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, നമ്മൾ പയ്യെ 600K മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു ആർ വാച്ചിങ് മൈ വീഡിയോസ് വിത്ത് subscribing. Okay, അപ്പോൾ please help me to reach 600K super soon. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ see you on my next video. Bye bye.